ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുപാട് കണ്ടാൽ അറിയാം, നമ്മൾ ബാംഗ്ലൂർ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് വന്ന് ഇവിടെ ഒന്ന് സെറ്റിലാകാൻ കുറച്ച് സമയം എടുത്തു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാൻ വൈകിയത് കേട്ടോ. വീഡിയോ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ നമുക്കത് എഡിറ്റ് ചെയ്യാനൊക്കെ സമയമെടുത്തു. അപ്പോൾ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാവിലത്തെ പണികളൊന്ന് മെയിനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പണികൾ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾക്ക് വേവിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ ഓൾറെഡി അടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഓൾറെഡി കഴുകി വയ്ക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് ആ സിങ്കിൽ കിടക്കുന്നത് കാണുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ഞാൻ അഴുക്കായിരിക്കുന്ന പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി മാറ്റി വെക്കും കേട്ടോ. പിന്നെ ഇന്നൊരു ചെറിയൊരു പരീക്ഷണത്തിന് കൂടി മുതിരയാണ്. അപ്പോൾ നമുക്ക് നൂലപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൂലപ്പത്തിന് കറി ഉണ്ടാക്കാൻ അധികം സമയമില്ല, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കണം. അപ്പോൾ ഈ സവാള വയറ്റി നിൽക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുക്കറിലിട്ടിട്ട് ഒരു പരിപാടി ചെയ്ത് നോക്കാം. കുക്കറിലെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒരു മുന്നേ ഞാനൊരു റെസിപ്പി കണ്ടിട്ടുണ്ട്, എന്താ പറയുക, ഒരു ഇതിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ വയറ്റിന് പകരം നമ്മൾ കുക്കറിലിട്ടിട്ട് വിസിൽ ചെയ്യുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം സവാളയുടെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് സാധാരണ ഈ സവാള വഴിയുള്ള കറികളാണെങ്കിൽ തന്നെ കുറച്ച് സമയം എടുത്ത് ഞാൻ നന്നായിട്ട് ബ്രൗൺ ആക്കുന്ന സമയം വരെ വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാനില്ല. പിന്നെ നൂലപ്പം ഉണ്ടാക്കും വേണം, അതിനിടയ്ക്ക് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അത് കാരണം നമ്മൾ റിസ്ക് എടുത്തില്ല. അപ്പോൾ ഞാൻ വേഗം തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് കഴുകൂട്ടാം. അപ്പോൾ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കട്ടിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ കഴുകി വയ്ക്കണം. കട്ടിംഗ് ബോർഡിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമാണ്. വേറെ കട്ടിംഗ് ബോർഡ് ഉണ്ട്, പക്ഷേ എനിക്ക് ഇതിൽ ചെറുതായ കാരണം അതിൻ്റെ ഒരു സൈഡിൽ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ പച്ചക്കറി ഞാൻ ഒന്നുകൂടി നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല, അപ്പോൾ അത് പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് പിന്നെ അതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേഗം തന്നെ സവാള ഞാനിതാ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്താവുമെന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് എന്തായാലും ടേസ്റ്റിൽ നമുക്ക് അവസാനം എന്ത് വരും. ഇപ്പോൾ സവാള വഴറ്റുമ്പോൾ തന്നെ ഒരു കറിക്ക് ഒരു ബേസിക്കായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവില്ല, അതെന്തായാലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അങ്ങനെ സവാളയും പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കുറച്ച് അതൊക്കെ ഞാൻ അരിഞ്ഞ് ഇതിലേക്ക് തന്നെ നേരിട്ട് ഇടാണ് ചെയ്തത് കേട്ടോ. അതെല്ലാം കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നേരെ ഒരു വിസിൽ വരുന്ന വരെ അങ്ങനെ വെച്ചു. അപ്പോൾ സംഭവം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വിചാരിച്ച പോലെ സവാളൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് ഒരു ഗ്രേവി രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കറിയുടെ ഫുൾ പ്രൊസീജിയർ ഉണ്ടാക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം നൂലപ്പം നമ്മളെ ചതിച്ചു. കാരണം നൂലപ്പം എന്നാണ് ഞാൻ പറയാം, നൂൽപുട്ടെന്ന് ചിലർ പറയാറുണ്ട്. ഞങ്ങൾ നൂലപ്പം എന്നാണ് ഞാൻ പേഴ്സണലി പറയാറ് കേട്ടോ, ഞങ്ങളുടെ വീട്ടിലൊക്കെ. അപ്പോൾ ഈ സംഭവം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ മാവിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ വെള്ളം കുറഞ്ഞാലും കുറഞ്ഞെങ്കിലുമൊക്കെ അതിന് മാവിൻ്റെ പ്രശ്നം തോന്നുന്നു. ഭയങ്കര ഒട്ടലുള്ള പൊടിയായിരുന്നു. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അമങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ചെറുതായിട്ട് ചുരുങ്ങി പോകുന്നുണ്ടായിരുന്നു. പോരാണ് ഭയങ്കര ഒട്ടലായിരുന്നു. അത് നൂലപ്പം അതിൻ്റെ അച്ചിന്നും വീഴാനും ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ അതിൽ കുറേ സമയം എനിക്കങ്ങനെ പോയി. അപ്പോൾ ആ ടെൻഷനിൽ പിന്നെ വീഡിയോ അവിടെ സ്റ്റക്കാവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് തന്നെ എല്ലാം കൂടിയിട്ട് നമ്മുടെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മസാലാസും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെന്താ കുറച്ച് ഗരം മസാല. ഞാൻ ഗരം മസാലയാണ് യൂസ് ചെയ്യുക, മറ്റ് ചിക്കൻ മസാല കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. അങ്ങനെ അതൊക്കെ ഇട്ട് എന്ത് ചെയ്തു, നമ്മൾ നേരെ ഒരു ആവിക്ക് ഇടുക ചെയ്ത കേട്ടോ. പിന്നെ നമുക്കധികം കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നത്, നേരെ അതൊരു പാനിക്ക് മാറ്റിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് ഞാൻ പിന്നെ കോഴിമുട്ട പുഴുങ്ങിയത് ഇടുക ചെയ്തേ, എണ്ണ തെളിഞ്ഞപ്പോൾ. അപ്പം അത്ര അതായിരുന്നു നമ്മുടെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒരു പാകത്തിന് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. ഇത് ഇപ്പോൾ പുതിയ കുറേ പരീക്ഷണങ്ങളിലൂടെയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക, ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം ലാഭിക്കുക എന്നുള്ളൊരു കാര്യത്തിനോടാണ് ഇത് ചെയ്ത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ഞാൻ ചോദിച്ചില്ല, ചേട്ടനോട് ഞാൻ ചോദിച്ചില്ല എന്താ ടേസ്റ്റ് എങ്ങനെയെന്ന് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചില്ല. പക്ഷേ എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമായ കറി. അങ്ങനെ നമ്മുടെ
പൊടികളും സാധനങ്ങളൊക്കെ അപ്പം തന്നെ മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ഏരിയ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കണം. അത് കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ ഞാൻ ആ തൊലിയും കാര്യങ്ങളും അതൊക്കെ ഞാൻ അപ്പം തന്നെ വൃത്തിയാക്കിയിട്ട് മാറ്റുകയാണ് കേട്ടോ. ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ അമ്മ അത് വളം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളിത് കളയില്ല, നമ്മളിത് എടുത്ത് വയ്ക്കും അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗം ഞാൻ നല്ല രീതിയിൽ ക്ലീനാക്കി. ഇനി നമുക്ക് നൂലപ്പത്തിൻ്റെ പരിപാടിക്ക് നിൽക്കണം. ഞാൻ ഓൾറെഡി നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കുറച്ച് തിളച്ചിട്ട് നമുക്ക് മാവിലേക്ക് ഒഴിക്കണമല്ലോ. അപ്പോൾ അതാ ആ പ്രൊസീജിയറാണ് ഇനി കാണാൻ പോകുന്നത്. നൂലപ്പത്തിൻ്റെ പൊടിയിലേക്ക് ഞാനിതാ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ ഓരോ സാധനം ഉണ്ടാക്കുന്നത് നമ്മൾ ഇത് സ്പെഷ്യൽ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതൊക്കെ നമ്മളങ്ങ് പഠിച്ചു പോകുന്നതാണ്. അതായത് ഇപ്പം എൻ്റെ വീട്ടിലായാലും ഞാനതൊന്നും വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല നൂലപ്പം. പക്ഷേ നമ്മളത് കണ്ട് പഠിക്കുന്നതാണ്. അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള സാധനം പഠിക്കുന്നത്. അത് ഇതിനിപ്പോൾ പ്രത്യേകം നമ്മൾ പറയില്ലേ, അപ്പോൾ ചില വീടുകളൊക്കെ പറയില്ല, അതായത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ജോലികളൊക്കെ ചെയ്ത് പഠിക്കണം. മെയിനായിട്ട് പെൺകുട്ടികളെയാണ് ഇതിനെ ഫോക്കസ് കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ചെറുപ്പത്തിലൊന്നും എൻ്റെ അമ്മയൊന്നും എന്നെ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നെയായാലും എൻ്റെ ചേച്ചിയിലൊന്നും ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ അറിയുകയില്ല. അപ്പോൾ ആണായാലും പെണ്ണായാലും അവനവന് ജീവിക്കാൻ തക്ക കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നല്ല കാര്യമാണ്, അത്രമാത്രം. അത് പക്ഷേ നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതം നമ്മളത് പഠിപ്പിക്കും. നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മളത് ചെയ്തും പോകും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളങ്ങനെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അങ്ങനെ ഇതാ നമ്മൾ നൂലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ സ്റ്റീമർ അതിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറേ ഞാൻ എൻ്റെ യുദ്ധമാണ് ഇനി നടക്കുന്നത്. കുറേ കഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നല്ല രീതിയിലൊക്കെ വന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സൈഡിൽ നിന്ന് വയ്ക്കുന്നതൊക്കെ വരാൻ തുടങ്ങി. അതായത് ഓൾറെഡി അതിൻ്റെ അച്ഛന് ഒരു ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു വളവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയപ്പോൾ ഇടയിൽ നിന്നൊക്കെ വന്നു. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ആദ്യത്തെ ഒരു സെക്ഷൻ ഞാൻ ഉണ്ടാക്കിയ ശേഷം ഞാൻ ശരിക്കും നിന്ന് വയർത്തു. അപ്പോൾ അതിന് കുറേ സമയം അങ്ങനെ പോയി കിട്ടി എൻ്റെ. എന്നാലും ഞാനത് കുറച്ച് കൊണ്ട് അങ്ങനെ ഇടയിൽ നിന്ന് കട്ട വരുന്നുണ്ടായല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, അപ്പോൾ ഓരോരോ നൂലപ്പം വെച്ചിട്ട് അച്ചിൽ കുറച്ച് മാവ് ഇട്ടിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം അത് ഒരു കാര്യം നമ്മൾ തുടങ്ങി വെച്ചിട്ട് അത് അവസാനിപ്പിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഓൾറെഡി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ സാധനം വേണ്ട, അത് നൂലപ്പം ഉണ്ടാക്കണ്ട എന്നുള്ള ഒരു പ്ലാൻ മാറ്റണമെങ്കിൽ നമ്മൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഇതിനും വലിയ സാധനം ഉണ്ടാക്കണം കറിക്ക് മാച്ച് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഇതന്നെ അങ്ങ് കറക്റ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങനെ നിന്ന് കുറച്ച് മാവൊക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതങ്ങ് അടുപ്പത്ത് വെച്ചപ്പോൾ നമ്മുടെ മെയിൻ കാര്യങ്ങൾ, അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ മെയിനായിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മൾ അടുത്തെന്ന് പറയുന്നത് ധ്രുക്കുട്ടിയുടെ കാര്യങ്ങൾ ചെയ്യലാണ്. അപ്പോൾ അവൾക്ക് ഫുഡ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എണീറ്റ് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ ഫുഡ് കൊടുക്കാൻ ശ്രമിക്കും. കാരണം 1 മണിക്കൂറിനുള്ളിൽ ഫുഡ് കൊടുത്ത് തീരില്ലേ, പക്ഷേ അവൾക്ക് 1 മണിക്കൂറിനുള്ളിൽ ഫുഡ് കൊടുക്കാൻ ഞാൻ ശ്രമിക്കും. കാരണം ഗ്യാസും കാര്യങ്ങളൊന്നും കയറണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പണിയുള്ള കാര്യമാണ് അവൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇത് അടുത്തൊരു യുദ്ധമാണ് കേട്ടോ, അവളെ ഡ്രസ്സ് ഇടിപ്പിക്കുക എന്നുള്ളത്. ഡ്രസ്സ് ഇടിപ്പിക്കാൻ ഭയങ്കര പാടാണ്. എപ്പോഴും തന്നെയാണ് അവസ്ഥ കേട്ടോ. ഭയങ്കര കുറുമ്പാണ് ആ സമയത്ത്. നമ്മൾ ഫുൾ സർവ്വബലം പിടിച്ചിട്ടാണ് ഡ്രസ്സ് ഇടുക കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നെ പിടിച്ച് കടിക്കുന്നുണ്ട്, എൻ്റെ മേത്ത് വന്ന് വീഴുക, ഇങ്ങനെ കുടഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ആൾ. ഇത് ഉള്ള സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഒരു മണിക്കൂർ എന്താ പറയുക, കുറേ നേരം അങ്ങനെ ആ സമയം അവിടെ തന്നെ പോകും. അപ്പോൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിൽ പാട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ അമ്മോട് സ്നേഹം തോന്നിയിട്ടുള്ള വർത്തമാനങ്ങളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഈ പണി കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് സമ്മതിക്കാണ്ട് പാവാട സമ്മതിക്കാണ്ട് ഓടിയിട്ടാണ് പിടിച്ച് തിരിച്ച് എടുത്തു കൊടുത്തിട്ടാണ് ആ പാവാട ഞാൻ ഇട്ട് കൊടുത്തത്. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എന്താ പറയുക പത്രാസാണ് ഇട്ടുണ്ട്. അപ്പോഴേക്കും സ്നേഹം വന്നൊരു ഉമ്മതരലൊക്കെ ഉണ്ട്, കെട്ടിപ്പിടുത്തും. പിന്നെ പൊട്ടിട്ട് കൊടുക്കണമല്ലോ, പൊട്ടിട്ട് കൊടുക്കാൻ സമ്മതിക്കേണ്ട, അതിൻ്റെ മേത്ത് പിടിച്ചിട്ട് പൊട്ടിട്ടെടുക്കാൻ പറ്റണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പൊട്ടിടാനുള്ള അങ്കപ്പാടാണ് അടുത്തത് കാണുന്നത്. പൊട്ടിടാൻ സമ്മതിക്കുന്നില്ല, പൊത്തി പിടിക്കാൻ കേട്ടോ, നെറ്റി പൊട്ടിടണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാനങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വേറെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ശ്രദ്ധ തിരിച്ചിട്ട് പോയിട്ടൊരു പൊട്ടിട്ട് കൊടുത്തു. പൊട്ടിടുന്നത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. പിള്ളേരെ എനിക്ക് നോർമലായിട്ടിരിക്കുന്നത് ഇഷ്ടം. പക്ഷേ വീട്ടിലിപ്പോൾ എല്ലാവരും പൊട്ടിടാനൊക്കെ പറഞ്ഞ കാരണം ചുമ്മാ പൊട്ടിട്ട് കൊടുക്കണമെന്ന് മാത്രം. ചെറിയതായിട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമുക്കറിയാലോ കൺമഷി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനത്തെ അവളുടെ വക ചെറിയൊരു മേക്കപ്പ് ടച്ചിങ്സ് അവളും ചെയ്യുന്നുണ്ട്.
ചുമര് മുഴുവൻ കൺമഷി തേച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇവളെ എപ്പോഴോ ഒരു ദിവസം കൺമഷിയുടെ ഒരു ഡപ്പ കിട്ടിയ ശേഷം അവൾ സ്വയം തേച്ച് വെച്ചുള്ള പരിപാടിയാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ സുന്ദരി കുട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ചു കേട്ടോ. അപ്പോൾ അതിനിടയിൽ അവളെ ഞാൻ കളിക്കരുത്തിയേക്കാണ്. അപ്പോൾ അത് അവൾ എന്തോ വെച്ചിട്ട് അവിടെ കളിക്കുന്നുണ്ട്, മറ്റേ ഡ്രോയിങ് ബുക്കാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് എൻ്റെ എന്തോ ലിപ്സ്റ്റിക് എന്നോണം കയ്യിൽ, അപ്പോൾ അത് വെച്ച് കളിക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുകയാണ്. ഈ വീഡിയോയുടെ പകുതി വരെ നോർമൽ സൗണ്ടാണ് ഇപ്പോൾ ഇടുന്ന സൗണ്ട് എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ചെറിയ വയ്യായ്ക വന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ധ്രുവക്കുട്ടിക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അവളിൽ നിന്ന് എനിക്കും നൈസായിട്ട് കിട്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധ്രുവക്കുട്ടിക്ക് എന്തെങ്കിലും എൻഗേജിങ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുകയാണെങ്കിൽ അവൾ അതിൽ കുറേ നേരം ഇരുന്നോളും. അതായത് ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ലേ വെച്ചിട്ട്, ഇപ്പോൾ ക്ലേ ഇല്ലെങ്കിൽ ഞാൻ ഈ ഗോതമ്പ് പൊടിയുടെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന മാവ് വെച്ചിട്ട് കുറച്ചുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. കാരണം അവൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് പകരം ക്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യാൻ അവൾക്ക് ഇഷ്ടമാണ് കേട്ടോ. കുറേ നേരം അതിൽ തന്നെ മുഴുകിയിരുന്നോളും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാനിവിടെ തുണികളൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ധ്രുവക്കുട്ടി അംഗനവാടിക്ക് കുറച്ച് ദിവസമൊക്കെ ധ്രുവക്കുട്ടി പോയായിരുന്നു. പിന്നെ ധ്രുവക്കുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പനി വന്നു. പേടിച്ചിട്ടാണോ പനി വന്നതെന്നും അറിയില്ല, പോണേൻ്റെ വിഷമത്തിലാണോന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തേക്ക് പിന്നെ പോയിട്ടില്ല കേട്ടോ. ഇതുവരെ പിന്നെ പോയിട്ടില്ല. അങ്ങനെ നമ്മുടെ മീൻ മടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിവിടെ നമ്മുടെ മെയിനായിട്ടുള്ള ഉത്സവം, അതായത് ഭരണിയുടെ ഉത്സവം വരുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇനി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം വിശദമായിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും കറക്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ക്ലീനിങ് ഒരു ഡീപ്പായിട്ടുള്ളൊരു ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നിട്ടില്ല. ഇങ്ങനെ ഓരോരോ ഇതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ധ്രുവക്കുട്ടിക്ക് അസുഖം വന്നു, ഇപ്പോൾ എനിക്ക് അസുഖം വന്നു. അങ്ങനെ ധ്രുവക്കുട്ടിക്ക് വയ്യാത്ത കാരണം വയ്യാതായ പിന്നെ നമ്മുടെ മേത്തുനിന്ന് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. ഫുൾ ടൈം അവൾ എടുത്തുകൊണ്ട് നടക്കണം. അവൾ എടുത്തുകൊണ്ട് നടന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. വേറെ ആരുടെ അടുത്തേക്ക് അവൾ പോവില്ല. അങ്ങനത്തെ വാശികളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഈ വയ്യാക കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വേണം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തൊന്ന് അടക്കി പറക്കി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ എല്ലാ കാര്യങ്ങളും അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു ഇതിൽ അങ്ങനെ അലങ്കോലം കിടക്കുന്നത് എനിക്ക് കാണാൻ പറ്റാത്ത ഒരാളാണ്. പക്ഷേ വേറെ നിവർത്തിയില്ല, എനിക്ക് സമയമില്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ കൂടി എന്താ പറയുക, ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവൾ വീട്ടിൽ പോകാത്ത കാരണം. അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ അലമാരിൽ കുത്തി നിറച്ച് വെച്ചേക്കേണ്ട, സ്ഥലം ഇല്ലാണ്ടാണ് കേട്ടോ. അവിടെ തീരെ സ്ഥലമില്ല. ചേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അലമാരി വേണമെന്ന്. ഇതപ്പോൾ അതിനിടെ ധ്രുവക്കുട്ടിയുടെ ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ഈവനിങ് ആയപ്പോൾ ധ്രുവക്കുട്ടി അമ്മമ്മയുടെ ഒപ്പം പുറത്ത് പോയി. അപ്പോൾ ആ ടൈമിലൊന്നും നമുക്ക് വയ്യാകില്ല, ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ. അപ്പോൾ അവൾ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ആ കാര്യങ്ങൾ കൂടിയിട്ട് മെയിനായിട്ടുള്ള ഇവരും കൂടെ കൂടിയിട്ട് അങ്ങനത്തെ കലാപരിപാടികളും പണികളും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഫ്രീ ആയി തുടയ്ക്കാൻ പറ്റുന്ന ധ്രുവക്കുട്ടി ഇത് അമ്മയുടെ ഒപ്പം പുറത്തുള്ള കാരണം കേട്ടോ. അവളുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഓടിക്കളിക്കലും പിടിക്കലൊക്കെ ആവും. ഇപ്പോൾ കുറച്ച് കുറുമ്പ് കൂടിയിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിലുള്ളപ്പോൾ ഭയങ്കര കുറുമ്പായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ആളൊന്ന് ഇത്തിരി കുറുമ്പുണ്ടെങ്കിലും കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കുറച്ചും കൂടി ആക്റ്റീവായിരുന്നു ആൾ. ഇവിടെ എന്താണെന്ന് അറിയില്ല, അവൾക്ക് കാര്യമില്ലാത്ത കാരണം എന്നറിയില്ല. മറ്റേത് അവിടെ ചേച്ചിയുടെ മുകളിലുള്ള കാരണം ഭയങ്കര ആക്റ്റീവായിരുന്നു, ഫുൾ ടൈം ആക്റ്റീവായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ആക്റ്റീവല്ല, പിന്നെ പെട്ടെന്ന് വയ്യായികയാവും ചെയ്തു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇനിയും വരുന്ന വീഡിയോസിൽ കൂടുതൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ. എനിക്കെന്തായാലും ഇനി നമുക്ക് കുറേ സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസൊക്കെ ഇനി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ ഒരുക്കങ്ങളും പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോസിലൂടെ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെയ്ക്കും ബൈ.